ജയിച്ചവൻ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആഴിയിന്നാഴത്തിൽ കൂടെയുണ്ട്, ആകാശമേഘങ്ങളിൽ കൂടെയുണ്ട്. ആവശ്യനേരത്തിൽ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. ആവശ്യനേരത്തിൽ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെൻ്റെ മേൽ കവിയുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെൻ്റെ മേൽ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോട് കൂടെയുണ്ട്. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോട് കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്, ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്, ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താവിഷയം വാഗ്ദത്തം എന്നുള്ളതാണല്ലോ. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചാൽ നാം സമ്പന്നരായി. ലോകത്തിൽ എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും ഏതെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ നാം സമ്പന്നരാകും. പരിശുദ്ധാത്മാവിനെ കിട്ടുക, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ തലമേൽ പറന്നു വന്നിരിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി വരിക. ഈ വെള്ളപ്രാവ്, സ്തോത്രം, ആ വെള്ളപ്രാവിൻ്റെ മനോഹരമായ ചരടി ശബ്ദം നാം കേൾക്കും. സ്തുതി, അതാണ് സ്തുതി, അതാണ് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ചരടി ശബ്ദം, ആത്മാവിൻ്റെ സ്തുതി. ആ സ്തുതിയിൽ നാം അങ്ങ് പറക്കും. ഹല്ലേലൂയ. ആ സ്തുതിയിൽ നാം ഈ ലോകത്തിൽ നിന്ന് പൊങ്ങും. ദൈവത്തിന് സ്തോത്രം. നാം ഈ പ്രകൃതിയിൽ ഭൂമിയിൽ അല്ല എന്ന് നമുക്ക് തോന്നും. ആ സ്തുതിയുടെ അനുഭവം. ദൈവത്തിന് സ്തോത്രം.
ഇത് നാം എല്ലാവരും അനുഭവിക്കണം. ആ സ്തുതിയുടെ തേരിലാണ് നാം കർത്താൻ രണ്ടാമത്തെ വരയിൽ പറന്നു കയറുന്നത്. സ്തുതിയുടെ തേര്, അത് തേരാണ്, അത് രഥമാണ്. സ്തുതിയുടെ തേരിൽ നാം പറന്നു ചെല്ലും. ഇവിടെ വെച്ച് ആ രഥം കിട്ടിയില്ലെങ്കിൽ പറക്കാൻ പറ്റുകയില്ല. ഇവിടെ വെച്ച് ആ തേര് കിട്ടിയില്ലെങ്കിൽ പറക്കാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവ് ദൈവം തന്നെ ദാനമാണ്, സൗജന്യ ദാനം. വില കൊടുക്കണ്ട, ഒരു പൈസയും മുടക്കണ്ട. പരിശുദ്ധാത്മാവ് ദാനം. ഒന്ന് മാത്രം മതി. കർത്താവേ, ഞാൻ ഇന്നു മുതൽ നിൻ്റേത്. സ്തോത്രം. വേറെ ഒന്നും വേണ്ട. ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. എനിക്കിനി വേറൊന്നില്ല, വേറെ ആശ്രയമില്ല, വേറെ ആഗ്രഹമില്ല, വേറെ താല്പര്യമില്ല. എല്ലാം വിട്ടു. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ മുഴുവൻ, നിൻ്റെ മാത്രം മുഴുവൻ, നിൻ്റെ മാത്രം. സ്തോത്രം. മുഴുവൻ നിനക്ക്. ഈ ഒരു സമർപ്പണം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കിട്ടും. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ എന്ത് വേണം? 1, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം. 2, പരിശുദ്ധാത്മാവിനെ വേണ്ടി ദാഹിക്കണം. 3, പരിശുദ്ധാത്മാവിനെ വേണ്ടി കാത്തിരിക്കണം. 4, പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. ദാഹിക്കണം, വിശ്വസിക്കണം, കാത്തിരിക്കണം, ഒരുങ്ങണം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. സ്തോത്രം. ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചിന്തിച്ചതാണല്ലോ. പരിശുദ്ധാത്മാവ്, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് കൈ കൊണ്ട് തൊടാൻ പാകത്തിന് പരിശുദ്ധാത്മാവോട് തോന്നിയിരിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഇതൊക്കെ മനസ്സിലാകുമോ? നിങ്ങൾക്ക് തൊടാൻ പാകത്തിന്, ഹല്ലേലൂയ, തൊടാൻ പാകത്തിന് പരിശുദ്ധാത്മാവ് അടുത്ത് നിൽക്കുകയാണ്. നിങ്ങളെ ചുഴന്ന് പരിശുദ്ധാത്മാവ് നിൽക്കുകയാണ്, ചുറ്റി നിൽക്കുകയാണ്. നിങ്ങളുടെ തലമേൽ പരിശുദ്ധാത്മാവ് പറന്നു വന്നിരിക്കുകയാണ്. ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് അങ്ങനെ ഊളിയിട്ട് കിടക്കുകയാണ്. സ്തോത്രം. വിശ്വസിക്കുക മക്കളെ, വിശ്വസിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രാപിച്ചാൽ നിങ്ങൾ സമ്പന്നരായി. സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം തന്ന വാഗ്ദത്തം: 1, നിത്യജീവൻ; 2, സ്വാതന്ത്ര്യം; 3, പരിശുദ്ധാത്മാവ്. ഇതെല്ലാം നാം ചിന്തിച്ചതാണ്. 4മത്തേത് എന്താണ്? 4മത്തേത് ദിവ്യ സ്വഭാവം. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. ദിവ്യ സ്വഭാവം. സ്വഭാവത്തിൽ ദിവ്യമായ സ്വഭാവം ലഭിക്കും. ഇന്ന് പൈശാചികൻ്റെ സ്വഭാവമാണ് നമുക്കുള്ളത്. ഇന്ന് ദുഷ്ടനായ പിശാചിൻ്റെ സ്വഭാവമാണ് നമുക്കുള്ളത്. കോപം വരുന്നു, നിർത്താൻ പറ്റുന്നില്ല. ഇന്ന് അശുദ്ധമായ ആഗ്രഹങ്ങൾ വരുന്നു, മോഹങ്ങൾ വരുന്നു, നിർത്താൻ പറ്റുന്നില്ല. അശുദ്ധമായ പ്രവൃത്തിയിലേക്ക് കൈ നീണ്ടുപോകുന്നു, നിർത്താൻ പറ്റുന്നില്ല. തെറ്റിലേക്ക് നീണ്ടുപോകുന്നു, നിർത്താൻ പറ്റുന്നില്ല. ഇന്ന് ഹൃദയത്തിൽ വൈശൂന്യവും ഇഷ്ടക്കുറവും മുഷ്ടിലുമുണ്ട്, മാറുന്നില്ല. വേണ്ട എന്നറിയാം, പക്ഷെ മാറുന്നില്ല. ഇന്ന് പല പരാധീനതകളുണ്ട്, മാറുന്നില്ല. ഇന്ന് കുടുംബത്തിൽ വഴക്കാണ്, മാറുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദിവ്യ സ്വഭാവം ലഭിക്കും. കുടുംബത്തിൻ്റെ സ്വഭാവം മാറും, കുടുംബത്തിൻ്റെ ഛായ മാറും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഛായ മാറും, നിങ്ങളുടെ ഉദ്യോഗത്തിൻ്റെ ഛായ മാറും. സ്തോത്രം. എല്ലാം ഇമേജ് എല്ലാം മാറും. അവിടെയെല്ലാം ദിവ്യ സ്വഭാവം വരും. ദിവ്യ സ്വഭാവം. സ്തോത്രം. വായിക്കാം 2 പത്രോസ് 1:4. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ട് ഒഴിഞ്ഞിട്ട്, ഈ ലോകത്തിൽ മോഹത്താൽ വരാവുന്ന നാശം വിട്ട് ഒഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. സ്തോത്രം. ലോകത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറുന്നു, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് മാറുന്നു. മനുഷ്യൻ ജഡീകനാണ്. അവന് ജഡീകമായ സ്വഭാവമുണ്ട്, അവന് പാവപ്രവണതയുണ്ട്, അശുദ്ധമായ വികാരങ്ങളുണ്ട്. അവൻ്റെ ജീവിതത്തിൽ എന്നും അവനെ വലയ്ക്കുന്ന ചിന്തകളുണ്ട്, അശുദ്ധിയുടെ ചിന്തകളുണ്ട്. ഒരുപക്ഷെ പ്രവൃത്തിയിലേക്ക് പോയില്ലെങ്കിലും അശുദ്ധമായ വിചാരങ്ങളും വികാരങ്ങളും കയറി വരുന്നു. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് ആ വാഗ്ദത്തം നമുക്ക് ലഭിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് തരുന്നത് ദിവ്യ സ്വഭാവമാണ്. സ്വഭാവം മാറുന്നു. സ്തോത്രം. എന്തൊരു ഭാഗ്യം! നമ്മുടെ സ്വഭാവം മാറുന്നു, നമ്മുടെ ക്രൂര സ്വഭാവം മാറുന്നു, ആർദ്രതയുള്ളതിനായിത്തീരുന്നു. ഒരാൾ വേദനിക്കുമ്പോൾ നമ്മുടെ ഉള്ളം വേദനിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചില വാട്സാപ്പ് മെസ്സേജസ് കേൾക്കുമ്പോൾ ഞാൻ കരയും. സ്തോത്രം. ഒരു വിധത്തിൽ സമാധാനമില്ലാതെ കരയുന്ന ചിലർ മെസ്സേജസ് കിട്ടും. സാറേ പ്രാർത്ഥിക്കണം. സ്തോത്രം. ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം വാട്സാപ്പ് മെസ്സേജിൽ ആരാണെന്ന് അറിയാൻ വയ്യല്ലോ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. അത് കേൾക്കുമ്പോൾ കരഞ്ഞു പോകും. എന്ത് ചെയ്യും കർത്താവേ? എന്താ വേണ്ടത് കർത്താവേ? ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? അതാ നീ ഒന്ന് കടന്നു ചെല്ലണമേ, നീ തൊടണമേ, ഞാൻ പ്രാർത്ഥിക്കും. സ്തോത്രം. അനേകർ ദുരിതങ്ങളിൽപ്പെട്ട് വലയുകയാണ്, സമാധാനമില്ലാതെ അഴലുകയാണ്, കുടുംബത്തിന് സ്വസ്ഥതയില്ല, മക്കൾ നാനാ വഴിക്ക് പിരിഞ്ഞു പോകുന്നു, നാനാ വഴിക്ക് യഥാർത്ഥ വഴികളിലൂടെയൊക്കെ മക്കൾ പോകുന്നു. മക്കൾ പല ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് പോകുന്നു. എന്നാൽ അപൂർവം പേര് കൂട്ടുകെട്ടിലേക്കൊന്നും പോകുന്നില്ല. അവരവരുടെ കാര്യം നോക്കുന്നു, അവർ പഠിക്കുന്നു. പഠിക്കാനാണ് സ്കൂളിൽ വന്നത്, പഠിക്കാനാണ് കോളേജിൽ വന്നത്. അവർ പഠിക്കുന്നു, അവർ മറ്റു കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നില്ല.
ആരെല്ലാം നിർമ്മിച്ചാലും ഒരു വേണ്ടാത്തതിലേക്ക് പോകുന്നില്ല. കഞ്ചാവ് വലിക്കാൻ നിർമ്മിച്ചാലും ഒരു കഞ്ചാവ് വലിക്കുകയില്ല. എന്തെങ്കിലും മധുരമുള്ള മിഠായിയാണ് പറഞ്ഞു തന്നാലും എടുക്കുകയില്ല. അത് പോക്കറ്റിലിടും, വിരോധിക്കുകയില്ല. അതിനകത്ത് വിഷമുണ്ടെന്ന് അവർക്കറിയാം, അതിനകത്ത് മയക്കുമരുന്നുണ്ടെന്നറിയാം. അത് മധുരമുള്ള മിഠായിയാണ്, പക്ഷേ മധുരം പുറമേ ഉള്ളൂ. അത് കഴിച്ച് അകത്ത് ചെല്ലുമ്പോഴേക്കും തലച്ചോറിന് പിടിക്കും, ബുദ്ധി വൈകല്യം സംഭവിക്കും, അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ വളരെ സൂക്ഷ്മതയോടെ നിൽക്കുന്നു. എന്നാൽ അനേകം കുട്ടികൾ ഈ ചീത്ത കുട്ടികളിൽപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ കൊച്ചു കുട്ടികൾക്ക് പോലും പ്രേമം തുടങ്ങുന്നു. ഹൈസ്കൂളിൽ മറ്റ് പഠിക്കുന്ന കുട്ടികൾ പലരും പ്രേമത്തിൻ്റെ പിന്നാലെ പോകുന്നു. ഗേൾ ഫ്രണ്ടെന്നും ബോയ് ഫ്രണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നു. ഒരു ബോയ് ഫ്രണ്ടും ഇല്ലാതെ ഒരു ഗേൾ ഫ്രണ്ടും ഇല്ലാതെ പഠനകാലം കഴിച്ചാൽ മഹാഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പിള്ളേരോട് പറയുന്നതാണ്, സ്റ്റുഡൻസ് വരുന്നവരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് സുഖമായി പഠിക്കാമല്ലോ, പഠിച്ച് ഉയരാമല്ലോ. ഈ വേണ്ടാത്ത ചിന്തകളൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ പ്രേമക്കുരുക്കളിലൊക്കെ പെട്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അതെല്ലാം വിട്ടിട്ട് മക്കളെ നിങ്ങൾ പഠിക്കുക, നല്ലപോലെ പഠിക്കുക, ഉയർന്ന തലങ്ങളിലേക്ക് കയറുക, നല്ല ജോലി സമ്പാദിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നല്ല വിവാഹം കിട്ടും. ആയിക്കൊള്ളൂ, നല്ല വിവാഹം. നിങ്ങൾക്ക് കിട്ടുന്ന ആ നല്ല വിവാഹത്തിൻ്റെ ബന്ധത്തിൽ കിട്ടുന്ന ഭാര്യ അനുഗ്രഹീതയായിത്തീരിക്കും. അങ്ങനെ നിങ്ങൾ സൗഭാഗ്യകരമായ കുടുംബജീവിതം നയിക്കുക പറയാറുണ്ട്. പക്ഷേ പലർക്കും മനസ്സിലാകാറില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിക്കൂ. ഈ നിസ്സാര ജീവിതം അത് കളയാനുള്ളതാണോ? നശിപ്പിക്കാനുള്ളതാണോ? ഈ ജീവിതം ജീവിക്കാനുള്ളതാണ്. ഈ ജീവിതം യേശുവിന് വേണ്ടി ജീവിക്കാനുള്ളതാണ്. ഈ ജീവിതം യേശുവിൻ്റെ പ്രതിനിധിയായി ജീവിക്കാനുള്ളതാണ്. യേശുവിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായത്? യേശുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ ഭൂമിയിൽ നിൽക്കണം. യേശു ഇടുന്ന ഭൂമിയിൽ നിന്ന് അങ്ങ് മറഞ്ഞുപോയി. പക്ഷേ യേശുവിൻ്റെ ആത്മാവ് ഈ ഭൂമിയിലുണ്ട്. സ്തോത്രം. നിത്യനായ ദൈവം തന്നെ വെളിപ്പെടുത്തി. അതാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തു, പരിശുദ്ധാത്മാവിനെ അയച്ചു. ആ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഒന്ന് തന്നെ. ദൈവം, കർത്താവായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ് ഒന്ന് തന്നെ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് സഭകൾക്ക് ഇതൊന്നും മനസ്സിലാവുകയില്ല, സമുദായങ്ങൾക്ക് മനസ്സിലാവുകയില്ല. ഞാൻ സഭയെയും സ്നേഹിക്കുന്നയാളാണ്, എല്ലാ സഭകളെയും ബഹുമാനിക്കുന്നയാളാണ്, എല്ലാ സഭകളെയും ആദരിക്കുന്നയാളാണ്. എനിക്ക് എല്ലാ സഭകളെയും ബഹുമാനമാണ്. ദൈവത്തിന് സ്തോത്രം. സഭയുടെ ചട്ടംകെട്ടുകളെല്ലാം നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. നല്ല നല്ല പ്രാർത്ഥനകളുണ്ട്, നല്ല പ്രവ്യോനുകളുണ്ട്, നല്ല സദറാകളുണ്ട്, നല്ല കുക്കിലിയും ഗീതങ്ങളുണ്ട്. നല്ലതാണ്, എല്ലാം നല്ലതാണ്. അത് സുറിയാനി പാടുമ്പോൾ നല്ല രസമാണ്, എനിക്ക് കേൾക്കാൻ വലിയ ഇമ്പമാണ്, ഇഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കുറച്ച് സുറിയാനി പഠിച്ചു. എനിക്കതുകൊണ്ട് സുറിയാനിയിൽ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും എനിക്കും ഇഷ്ടമാണ്. സുറിയാനി ഗീതങ്ങൾ ഞാൻ പഠിച്ചു. കർഷാനുഭവിച്ചിലെ ഗീതങ്ങളിലെ സുറിയാനി ഗീതങ്ങളിലും ഏതാണ്ട് കട പിടിച്ചതിലേക്ക് പഠിച്ചതാണ്. ഇപ്പോൾ അതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷേ എനിക്ക് സുറിയാനി ഗീതങ്ങൾ ഇഷ്ടമാണ്. ഞാൻ ബഹുമാനിക്കുന്നു. സ്തോത്രം. പക്ഷേ ഇന്ന് അതിൻ്റെ അന്തസത്തയിൽ നിന്ന് സഭ മാറിപ്പോയിരിക്കുന്നു, അകന്നു പോയിരിക്കുന്നു. അന്തസത്ത ശൂന്യമായി. അന്തസത്ത ഇന്ന് ലോകം പിടിച്ചടക്കി. ലോകം സഭയെ വിഴുങ്ങിയിരിക്കുന്നു. സ്തോത്രം. ലോകം സഭകൾ വിഴുങ്ങിയിരിക്കുന്നു. സഭകൾ ഇന്ന് അവരെ ഏൽപ്പിച്ച് ദൗത്യം വിട്ട് പോയിരിക്കുന്നു. അപ്പോഴാണ് ഇതാ വരുന്നു ഒരു ചെറിയ തിരി. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ഒരു ചെറിയ തിരിയായി നിൽക്കൂ. ഈ സഭയുടെ ദൗത്യം വിട്ടുപോയപ്പോൾ, ദൈവം ഏൽപ്പിച്ച ദൗത്യം മറന്നുപോയപ്പോൾ ഒരു ചെറുതിരിയായി നിങ്ങൾ ഓരോ സഭയിൽ നിൽക്കൂ, അവരവരുടെ സഭയിൽ നിൽക്കൂ. ദൈവത്തിന് സ്തോത്രം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സഭ മാറണ്ട, സമുദായം മാറണ്ട. നിങ്ങൾ ചെറുതിരിയായി ഇവിടെ നിന്നാൽ മതി. നിങ്ങൾ കൂടി ഈ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കും. സ്തോത്രം. പെന്തിക്കോസ്ത് സഭയിലെ വളരെ ഉന്നതനായ ഒരാൾ എന്നോട് നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, സാറിന് ഈ വെളിച്ചം കിട്ടിയപ്പോൾ സഭ വിടാതിരുന്ന് നന്നായി. പെന്തിക്കോസ്തിലൊരു ഉന്നതനായ ആളെ വ്യക്തിയെ പറഞ്ഞു, സഭ വിടാതിരുന്ന് നന്നായി. കാരണം എത്രയോ പേര് സത്യവചനം കേട്ടു. സഭ വിട്ടു പോയിരുന്നെങ്കിൽ ഈ വചനം ജനങ്ങൾ കേൾക്കുകയില്ലായിരുന്നല്ലോ. ഞാൻ ഉള്ളതിൽ സന്തോഷിച്ചു. എൻ്റെ കർത്താവേ, എന്നെ നീ കൃപയാൽ നിർത്തി, ഇത്രത്തോളം നിർത്തി, വാർദ്ധക്യത്തിലേക്ക് നിർത്തി. എനിക്ക് നീ ഇത്രയും കൃപ തന്നു, ഇത്രയും വചനം തന്നു, വെളിവ് തന്നു, സുബോധം തന്നു. എൻ്റെ കർത്താവേ, എന്താണ് ആത്മീയം എന്ന് മനസ്സിലാക്കി തന്നു. ആത്മീയത്തിൻ്റെ വെളിവ് എനിക്ക് തന്നതിന് ഞാൻ ഇതുവരെയും നടത്തി. എൻ്റെ കർത്താവേ, അത്ഭുതമാണ്. എന്നെ അത്ഭുതമായി നടത്തി. ദൈവത്തിന് സ്തോത്രം. അത് ശീലമായി നീ എന്നെ നടത്തി. എൻ്റെ കർത്താവേ, ഞാനിന്ന് നിൻ്റെ സന്നിധിയിൽ താഴുന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരണം നിങ്ങൾ ഓരോരുത്തരും. സഹോദരങ്ങളെ, ആരും തികഞ്ഞവരല്ല, ഞാനും തികഞ്ഞല്ല. പക്ഷേ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരണം. ദിവ്യ സ്വഭാവം, ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. പരിശുദ്ധാത്മാവ് വാഗ്ദത്തം ലഭിക്കുമ്പോൾ ദിവ്യ സ്വഭാവം ലഭിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഉള്ളത്തിലേക്ക് വരുമ്പോൾ ദിവ്യ സ്വഭാവം ലഭിക്കുകയാണ്. ദൈവം തരുന്ന വാഗ്ദത്തം പരിശുദ്ധാത്മാവ്, ദിവ്യ സ്വഭാവം. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനിട വരുന്നു. മോഹത്താൽ വരുന്ന നാശം വിട്ട് ഒഴിഞ്ഞ്, അനേകം മോഹങ്ങളുണ്ട്. ധനമോഹം, ദ്രവ്യാഗ്രഹം, ശരീരത്തിലെ ലൈംഗിക മോഹങ്ങൾ. മോഹത്താലുള്ള നാശം വിട്ട് ഒഴിഞ്ഞ്, എന്നിട്ടോ
ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. സ്തോത്രം. മോഹത്താലുള്ള നാശമാണ്. ഏത് മോഹമാണെങ്കിലും നാശമാണ്. ദ്രവ്യാഗ്രഹമാണെങ്കിലും ജടിക മോഹങ്ങളാണെങ്കിലും, അതല്ല നിങ്ങളുടെ ഉന്നതനാകാനുള്ളതായ മോഹമാണെങ്കിലും, മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടണം റെക്കഗ്നേഷൻ്റെ മോഹമാണെങ്കിലും, ആളുകൾ എന്നെ മാനിക്കണം, എന്നെ സ്നേഹിക്കണം, ഞാൻ നല്ല ആളാണെന്ന് ആളുകൾ പറയണമെന്നുള്ളതായ മോഹമാണെങ്കിലും, എല്ലാം വിട്ട് ഒഴിഞ്ഞ നാശമാണ്. ആ മോഹത്താലുള്ള നാശം വിട്ട് ഒഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരും. സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ദിവ്യ സ്വഭാവം, എൻ്റെ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം, ക്രിസ്തുവിൻ്റെ അതേ ഇമേജായിത്തീരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ ഭൂമിയിൽ നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ക്രിസ്തുവിൻ്റെ ഒരു അംബാസഡറായിട്ട് ഈ ഭൂമിയിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടോ? സ്വർഗത്തിൻ്റെ ഭൂമിയിലേക്കുള്ള അംബാസഡറാണ് ഞാൻ. സ്തോത്രം. വിശ്വസിക്കുന്നു നിങ്ങളിത്? ഓരോരുത്തരും സ്വർഗത്തിലാണ് നമ്മുടെ ലാവണം, അവിടെയാണ് നമ്മുടെ തസ്തിക, അവിടെ നിന്നാണ് ശമ്പളം കിട്ടുന്നത്. സ്തോത്രം. നിയമനം സ്വർഗത്തിലാണ്, പക്ഷേ നമ്മുടെ ജോലി സ്ഥലം ഭൂമിയിലാണ്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ അംബാസഡർ ഇന്ത്യയിൽ നിന്ന് ശമ്പളം വാങ്ങുന്നു, ഇന്ത്യയിലെ തസ്തിക അവിടെ തന്നെയാണ്. ഇനി തിരിച്ചു വിളിക്കുമ്പോൾ വേറെ സ്ഥലത്തേക്ക് വിടുകയാണോ? പോകാം. ഈ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് അമേരിക്കയിൽ പാലിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ അംബാസഡർ അമേരിക്കയിൽ പോയി നിൽക്കുന്നു. പ്രവർത്തന രംഗം അമേരിക്കയാണ്, പക്ഷേ ലാവണം, തസ്തിക അത് ഇന്ത്യയിലാണ്. എന്നതുപോലെ, സ്തോത്രം, കേൾക്കുന്നു നിങ്ങൾ? എന്നതുപോലെ സ്വർഗത്തിൻ്റെ അംബാസഡറായി നിങ്ങളെ നിയമിച്ചിരിക്കുകയാണ്. ശമ്പളം അവിടെ തന്നുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശമ്പളം അവിടെ തന്നുകൊള്ളും. എൻ്റെ കർത്താവേ, ഞാൻ അത്ഭുതപ്പെടുന്നു. ശമ്പളം തന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അളവില്ലാതെ ശമ്പളം തന്നു. സമാധാനം. അളവില്ലാതെ സമാധാനം തന്നു. അളവില്ലാതെ ശമ്പളം തന്നു. സന്തോഷം. അളവില്ലാതെ വചനം തന്നു. സന്തോഷം. വചനം. സ്തോത്രം. അളവില്ലാതെ എല്ലാം തന്നു. ഒന്നിനും കുറവ് വരുത്തിയില്ല. സ്തോത്രം. ഒന്നിനും കുറവ് വരുത്തിയില്ല. സ്തോത്രം. മൂകത മുറ്റിയ ഒരു വീടാണല്ലോ ഇത്. ആയിരുന്നല്ലോ. സ്തോത്രം. മൂകത, ശ്മശാന മൂകത എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ശ്മശാനത്തിൻ്റെ മൂകത. സ്തോത്രം. മൂകത മുറ്റിയ വീട്. ആകെ ഞാനും എൻ്റെ അമ്മയും പെങ്ങളും മാത്രമുള്ളൊരു വീട്. സ്തോത്രം. ഇത് ശോകത്തിൻ്റെ ഏറ്റവും ഭീകരമായ, ഏറ്റവും ഭയാനകമായ അനുഭവത്തിൽ കഴിഞ്ഞൊരു വീടാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാനും കരയും, അമ്മയും കരയും, പെങ്ങളും കരയും. ഞാൻ പറയാറുണ്ടല്ലോ. സ്തോത്രം. കരച്ചിലിൻ്റെ വീടായിരുന്നു. മൂകതയുടെ വീടായിരുന്നു. ശോകമൂകമായ വീടായിരുന്നു. സ്തോത്രം. ദുഃഖം തളം കെട്ടിയ വീടായിരുന്നു. 1 വയസ്സുള്ളപ്പോൾ അപ്പം മരിക്കുന്നു, 2 വയസ്സുള്ളപ്പോൾ ചേട്ടൻ മരിക്കുന്നു. തീർന്നു. മരണം. അതിനു മുമ്പ് അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ മരിച്ചു പോയിരുന്നു. 5 മരണം നടന്ന വീട്. എൻ്റെ കർത്താവിന് സ്തോത്രം. എന്നാൽ ഈ ഭവനത്തിലേക്ക് യേശുവിന് കരുണ തോന്നി ഇറങ്ങി വരാൻ തോന്നി. സ്തോത്രം. ഈ മൂകത മാറ്റാൻ കർത്താവ് കടന്നു വന്നു. ഈ ദുഃഖം മാറ്റാൻ കർത്താവ് കടന്നു വന്നു. മ്ലാനത മാറ്റാൻ കർത്താവ് കടന്നു വന്നു. പ്രകാശം പകരാൻ കർത്താവ് കടന്നു വന്നു. അതുകൊണ്ടാണ് ഭാഗ്യവശാൽ ഞാൻ ദൈവത്തിന് വേല ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ആരെയും പേടിക്കാതെ വേല ചെയ്യുന്നത്. എനിക്ക് സഭയെയും പേടിയില്ല, എനിക്ക് ആരെയും പേടിയില്ല. ഈ പേടിയെന്ന് വെച്ചാൽ ഈ എന്നെക്കുറിച്ച് ചീത്ത പറയുന്ന ആളുകളുണ്ട്. എന്നെക്കുറിച്ച് മധുബാഹിയിൽ നിന്നുകൊണ്ട് ചീത്ത പറയുന്ന അച്ഛന്മാരുണ്ട്. ഇങ്ങനെയുള്ള അച്ഛന്മാരും എത്രമാരും ഒക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഭാഗ്യവശാൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ട്? എന്നെ പിടിച്ചിരിക്കുന്ന സ്വർഗത്തിലൊരു കൈയാണ്. ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുന്നെങ്കിലും ഒരു കൈ സ്വർഗത്തിൽ നീട്ടി എന്നെ പിടിച്ചിരിക്കുന്നു. ആ കരത്തിലാണ് ഞാനും പിടിച്ചിരിക്കുന്നത്. ഞാൻ ഉറച്ചു പിടിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ മാറാതെ പിടിച്ചിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. മക്കളെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ യേശുവിൻ്റെ കരം നിങ്ങളെ പിടിച്ചു നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, നിങ്ങളുടെ പാപത്തോട് യാത്ര പറയുമെങ്കിൽ, ഒരു പുതിയ ജീവിതം തുടങ്ങുമെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കർത്താവിൻ്റെ കരം വന്ന് നിങ്ങൾ പിടിക്കും. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ. ഒരു പുതിയ സൃഷ്ടിയായി തീരുമെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ഒരു പുതിയ സൃഷ്ടിയായി തീരും നിങ്ങൾ സമർപ്പിക്കൂ. എല്ലാ ഭീതിയും പോകും, എല്ലാ ആകുലവും പോകും, എല്ലാ ഭാരങ്ങളും പോകും. കർത്താവ് എല്ലാം ഏറ്റെടുക്കും. നിങ്ങൾ വിശ്വസിക്കൂ. അവൻ്റെ കരം വന്ന് പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കൂ. യേശുവിൻ്റെ ആ മുറിഞ്ഞ കരങ്ങൾ, ആണിപ്പാടുള്ള കരങ്ങൾ, ഹല്ലേലൂയ, തിരുരക്തം പുരണ്ട കരങ്ങൾ, ആ കരങ്ങൾ നിന്നെ പിടിച്ചാൽ മോളെ നിൻ്റെ പാപങ്ങളെല്ലാം പോകും. നിൻ്റെ ദുഃഖങ്ങളെല്ലാം മാറും. നിനക്ക് ആശ്വാസം ലഭിക്കും. ആ കരം മോനെ നിന്നെ പിടിച്ചാൽ നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറും. നിന്നെ പലരും വെറുക്കുന്നുണ്ടാകും. ഒരുപക്ഷെ അപ്പം പോലും വെറുക്കുന്നുണ്ടാകും, അമ്മ പോലും വെറുക്കുന്നുണ്ടാകും, അല്ല നിൻ്റെ ഭാര്യ നിന്നെ വെറുക്കുന്നുണ്ടാകും. സാരമില്ല. സ്തോത്രം. ആ കരം നിന്നെ പിടിച്ചാൽ എല്ലാം നേരെയായി തീരും. എല്ലാം നേരെയായി തീരും. ആ കരം നിന്നെ പിടിച്ചാൽ നിൻ്റെ വിദ്യാഭ്യാസം ഏറ്റവും ശോഭനമായി തീരും. ആ കരം നിന്നെ പിടിച്ചാൽ ദൈവം നിന്നെ പിടിച്ച് ഉയർത്തുന്നത് കാണാം. സ്തോത്രം. പിടിച്ച് ഉയർത്തും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിനയത്തോടെ പറയട്ടെ, എളിമയോടെ പറയട്ടെ, 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം നിർത്തിയ ഈ മനുഷ്യൻ, കോളേജ് കണ്ടിട്ടില്ലാത്ത ഈ മനുഷ്യൻ കോളേജിൻ്റെ പ്രിൻസിപ്പലായി തീർന്നത് എങ്ങനെ? ഹല്ലേലൂയ. എങ്ങനെ?
കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, 10ാം ക്ലാസ് മാത്രമേ പഠിത്തമുള്ളൂ. എന്നാൽ ഞാൻ കോളേജിൻ്റെ പ്രിൻസിപ്പലായി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കോളേജ് കണ്ടിട്ടില്ല. കോളേജ് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ട്രെയിനിങ് കോളേജിൽ 1 വർഷം പഠിച്ചു, അത്രയേ ഉള്ളൂ. ബീഡിന് അത്രയേ ഉള്ളൂ. അതൊരു കോളേജെന്ന് കണക്കാക്കാനില്ല. കോളേജ് കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ, കോളേജിൻ്റെ വരാന്ത കണ്ടിട്ടില്ലാത്ത മനുഷ്യൻ, സ്തോത്രം, കോളേജിൻ്റെ പ്രിൻസിപ്പലായി വരാന്തയിൽ കൂടി നടന്നുകൊണ്ടിരുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയാമോ, സ്വർഗത്തിലെ ദൈവം വലിയവനാണ്, സ്വർഗത്തിലെ ദൈവം ഉന്നതനാണ്, സ്വർഗത്തിലെ ദൈവം നല്ലവനാണ്. നിങ്ങൾ ഈ ദൈവത്തെ വിശ്വസിക്കൂ, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിശ്വസിക്കൂ. അവനോട് പറയൂ, കർത്താവേ, ഞാൻ നിൻ്റെ വകയാണ്, നിൻ്റെ മാത്രം വകയാണ്, നിനക്ക് വേണ്ടി ഒരു ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. പറയൂ, നിങ്ങൾ ദൈവത്തോട് പറയൂ, സംശയിക്കേണ്ട. ദൈവത്തോട് നിങ്ങൾ പറയൂ, അതിയായ ദാഹത്തോടെ നിങ്ങൾ പറയൂ, കർത്താവേ, പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ, എൻ്റെ സ്വഭാവം മാറ്റണമേ, ദിവ്യ സ്വഭാവം തരണമേ, ദിവ്യ സ്വഭാവം തരണമേ. ദിവ്യമായ സ്വഭാവം ലഭിക്കുമ്പോൾ എൻ്റെ അരിശമെല്ലാം മാറിപ്പോകും. ദിവ്യ സ്വഭാവം ലഭിക്കുമ്പോൾ എൻ്റെ ക്രോധം മാറിപ്പോകും. ദിവ്യ സ്വഭാവം ലഭിക്കുമ്പോൾ എൻ്റെ ലൈംഗിക മോഹങ്ങൾ മാറിപ്പോകും. ദിവ്യ സ്വഭാവം ലഭിക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ് ലഭിക്കും. ദിവ്യ സ്വഭാവം എനിക്ക് തരണമേ, ദിവ്യ സ്വഭാവം, വാഗ്ദത്തം, ദിവ്യ സ്വഭാവം, ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ സ്നേഹത്തിൻ്റെ സ്വഭാവം, രാജാധിരാജൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ അതേ ഇമേജ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതേ ഇമേജ് നമ്മെ കാണുന്നവരെ തമ്മിൽ കൂടി യേശുവിനെ കാണണം. സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾക്കറിയാമോ, നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ യേശു എങ്ങനെയുള്ളവരെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ധാരാളം പേരുണ്ട്. അവർ ഒരുപക്ഷെ ഇന്ന് പാവത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും യേശു എങ്ങനെയുള്ളവനാണെന്ന് കാണാൻ അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ യേശുവിനെ കാണാൻ കിട്ടുന്നില്ലല്ലോ, യേശു മൺമറഞ്ഞു പോയല്ലോ. അവർ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ നിങ്ങളിൽ കൂടി യേശുവിനെ കാണണം. നിങ്ങളെ നോക്കുമ്പോൾ യേശുവിനെ പ്രതിബിംബിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ യേശുവിനെ പ്രതിബിംബിക്കണം, യേശുവിനെ റിഫ്ലക്റ്റ് ചെയ്യണം. നിങ്ങളെ കാണുന്നവർക്ക് യേശുവിനെ കാണാനിടയാകണം. എൻ്റെ കർത്താവിന് സ്തോത്രം. നിങ്ങളെ കാണുന്നത് ഇതാണ് യേശു. യേശു എങ്ങനെയുള്ളതെന്ന് കാണുവാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശു എങ്ങനെയുള്ളവനാണെന്ന് ആൾക്ക് അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. യേശു എങ്ങനെയുള്ളവരെന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശു ഇങ്ങനെയുള്ളവനെന്ന് കാണിച്ചു കൊടുക്കണം. എൻ്റെ സ്വഭാവം നിങ്ങൾ കാണുക, ഇതാണ് യേശു എന്ന് പറയാൻ പറ്റണം. അല്ല, പറഞ്ഞില്ലെങ്കിലും അത് തെളിയാൻ പറ്റണം, അവർക്ക് ബോധ്യമാകാൻ പറ്റണം. ദൈവത്തിന് സ്തോത്രം. യേശു എങ്ങനെയുള്ളവൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങ് തീരുമാനമെടുക്കാൻ പറ്റുമോ? കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ സാധിക്കുമോ? കർത്താവേ, ഇതാ ഞാൻ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് എളിമയോടെ തരുന്നു. സ്തോത്രം. ദിവ്യ സ്വഭാവം എൻ്റെ മേൽ പകരണമേ, ദിവ്യ സ്വഭാവം എനിക്ക് തരണമേ, ദിവ്യ സ്വഭാവം. എൻ്റെ സ്വഭാവത്തിൽ വലിയൊരു സംസ്കരണം ലഭിക്കണമേ, വലിയൊരു വ്യത്യാസം വരണമേ. സ്വഭാവ സംസ്കരണം. കർത്താവേ, വലിയൊരു വ്യത്യാസം വരണമേ, വലിയൊരു രൂപാന്തരം തരണമേ. എൻ്റെ ജീവിതത്തിലുള്ളതായി തിന്മകളെല്ലാം മാറ്റിക്കളയണമേ. അതാ ഞാൻ വിചാരിച്ചാൽ മാറുകയില്ല. യേശുവേ, നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മാറ്റി തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഉഗ്രമായ തീ എൻ്റെ മേലൊന്ന് തട്ടുമ്പോൾ അപ്പോൾ ഈ മാരകമായ സ്വഭാവങ്ങളെല്ലാം മാറിപ്പോകും, മ്ലേച്ഛമായ സ്വഭാവങ്ങളെല്ലാം മാറിപ്പോകും. പരിശുദ്ധാത്മാവിൻ്റെ തീ എൻ്റെ മേലൊന്ന് തട്ടണമേ, ആ തീ എൻ്റെ മേലൊന്ന് സ്പർശിക്കണമേ. ആ തീ എൻ്റെ മേലെ സ്പർശിക്കുമ്പോൾ എൻ്റെ പാവങ്ങളെല്ലാം മാറിപ്പോകും, കത്തിപ്പോകും. എനിക്കറിയാം കർത്താവേ, അത് എൻ്റെ അനുഭവമാണ്. നിങ്ങൾ പറയൂ, ദൈവത്തോട് പറയൂ, കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ മേലൊന്ന് കത്തണം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയാം നിങ്ങൾക്ക്, കർത്താവേ, പരിശുദ്ധാത്മാവിന് തീ എൻ്റെ മേൽ കത്തിയിട്ട് എനിക്ക് ദിവ്യ സ്വഭാവം തരണമേ. വേറെ ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, വേറെ ഒന്നും വേണ്ട. കർത്താവേ, എനിക്ക് വേറെ ഒന്നും വേണ്ട. സ്തോത്രം. എനിക്ക് പ്രൊമോഷൻ വേണമെന്നില്ല കർത്താവേ, എനിക്ക് പുതിയ ജോലി വേണമെന്നില്ല കർത്താവേ, എനിക്ക് IELTS പാസ്സാകണമെന്നില്ല, എനിക്ക് OET പാസ്സാകണമെന്നില്ല കർത്താവേ, തോൽവിയാണ്, അതുകൊണ്ട് ഇനി അതിലേക്ക് ഞാൻ നോക്കുന്നില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം വേണം, ഒറ്റയ്ക്കൊരു കാര്യം വേണം കർത്താവേ, എനിക്ക് ഒരു വിവാഹം വേണമെന്നില്ല കർത്താവേ, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകണമെന്നില്ല. എല്ലാം ആവശ്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതൊന്നെല്ലാം ഞാൻ വിടുന്നു, പിറകിലേക്ക് മാറ്റുന്നു. എനിക്കിനി ഒറ്റക്കാരി കാര്യം, യേശുവേ, ഇതിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ തൊട്ട് ദിവ്യ സ്വഭാവം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് തൊട്ട് ദിവ്യ സ്വഭാവം ലഭിക്കാൻ പ്രാർത്ഥിക്കൂ. അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ ഏറ്റവും ശക്തരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും സ്കിൽഡായിത്തീരും, ഏറ്റവും എഫിഷ്യൻ്റായിത്തീരും, ഏറ്റവും റെസ്പോൺസിബിളായിത്തീരും. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾ ഏറ്റവും മാന്യരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ലോകം ചിലർ നിങ്ങളെ അശുദ്ധിയോടും മാനിക്കാതെ പോകുമ്പോൾ അനേകരെ നിങ്ങൾ മാനിക്കും, ഉള്ളം കൊണ്ട് ബഹുമാനിക്കും. സ്തോത്രം. മതി, ധാരാളം മതി. എന്തുകൊണ്ട്? യേശുവിനെയാണ് പ്രതിഫലിക്കുന്നത്, യേശുവിനെയാണ് നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ കൂടി യേശുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. പറയൂ കർത്താവിനോട്, കർത്താവേ, എനിക്ക് ദിവ്യ സ്വഭാവം തരണമേ, വേറെ ഒന്നും വേണ്ട, എനിക്ക് വേറെ ഒന്നും വേണ്ട കർത്താവേ, ദിവ്യ സ്വഭാവം തരണമേ. ഹല്ലേലൂയ. ഈ ദിവ്യ സ്വഭാവം ലഭിച്ചാൽ OET പാസ്സാകണമോ? പാസ്സാക്കി തരും. ഹല്ലേലൂയ. IELTS പാസ്സാകണമോ? പാസ്സാക്കി തരും. സ്തോത്രം. വിദേശത്ത് പഠിക്കാൻ പോകണമോ? അതും കർത്താവ് ചെയ്തു തരും. ദൈവത്തിന് സ്തോത്രം. വിവാഹം നടക്കണമോ? അതും നടത്തി തരും. മക്കളുടെ രോഗം മാറണമോ? അതും മാറ്റി
നടത്തി തരും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മക്കൾ വിദ്യാഭ്യാസം പുലരണമോ, അതും കർത്താവ് നടത്തി തരും. എല്ലാം യേശുവിൻ്റെ കാര്യമായി തീരും. ഞാൻ എന്നെ യേശുവിന് കൊടുത്താൽ എൻ്റെ കാര്യമല്ല യേശുവിൻ്റെ കാര്യമായി തീരും. യേശു എന്നെ വിട്ടുകൊടുത്താൽ എൻ്റെ കാര്യമല്ല യേശു ഏറ്റെടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അനുഭവത്തിലേക്ക് നിങ്ങൾ വരിക കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അനുഭവത്തിലേക്ക് നിങ്ങൾ ഓടി വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. നാഥ, അതിൻ്റെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. നന്ദി നിറഞ്ഞവരായി സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാലും നിന്നെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.